ഒരിക്കലും മാറില്ലെന്ന് കരുതിയ മാറാ രോഗങ്ങൾ വരെ സുഖപ്പെടാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും അതിൻ്റേതായ ഉപയോഗങ്ങളും ഉപകാരങ്ങളും അറിയുന്നവർക്ക് അത് കൃത്യമായി ഉപയോഗിക്കാനും സാധിക്കും. ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കലും നമ്മൾ മാറില്ലെന്ന് കരുതിയ രോഗങ്ങൾ വരെ മാറാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കലോടുകൂടെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കലോടുകൂടെ നമ്മൾ ആ കഴിക്കുന്ന മെഡിസിൻസിൽ നമുക്ക് ശിഫ ലഭിക്കാനൊക്കെ കാരണമാകുന്ന ഒരു ഇസ്മ കൂടെയാണ്. കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ജീവിതം, ആ രൂപത്തിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന രൂപത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ ഇസ്മു വളരെയധികം യൂസ്ഫുള്ളാണ്. അതവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായി ചൊല്ലുന്നതിനെ പതിവാക്കുകയാണെങ്കിൽ, ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് അതനുസരിച്ച് ഇത് ചൊല്ലുകയാണെങ്കിലൊക്കെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച 10 മണിക്ക്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഏതെല്ലാം ശനിയാഴ്ചകളിലാണ് ഉള്ളത് എന്നറിയാൻ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അത് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റയുടെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ കൺസൾട്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് കോൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ജീവിതം, ഈ ദുനിയാവ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണശാലയാണ്. അള്ളാഹു നമുക്ക് ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഹു ഈസ് ദ ബെസ്റ്റ് പെർഫോമർ? ആരാണ് നന്നായി പെർഫോം ചെയ്യുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ജീവിതവും മരണമൊക്കെ തരുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നല്ല രോഗങ്ങൾ തന്ന്, മക്കളെ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ നൽകിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഇവൻ എന്നെ മറന്നിട്ടാണോ ജീവിക്കുന്നത് അല്ലയോ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് പിടിച്ചു നിന്ന് അതിനെ തരണം ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹു നമുക്ക് അതിലൊക്കെ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്നാണല്ലോ, അള്ളാഹു ക്ഷമാശീലരോടുകൂടെയാണ്. നമ്മൾ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പറയുമ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്മാഉൽ ഹുസ്നയ്ക്ക് നല്ല ഫലം ലഭിക്കുന്ന വലിയ മഹത്വങ്ങളുള്ള അമലുകളാണ് അതിലുള്ള ഇസ്മുകളൊക്കെ. ആ ഇസ്മുകളൊക്കെ ഉപയോഗിക്കുക ധാരാളമായിട്ട്. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുക. രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നവർ അതൊരു 3 തവണയാക്കിയിട്ട് ഒരു ദിവസം 3 തവണ പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുക. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക. അസ്മാഉൽ ഹുസ്നയുടെ ചെറിയ റിയാദയെങ്കിലും പൂർത്തിയാക്കി വീട്ടുക. ഇങ്ങനെ തുടങ്ങിയിട്ട് അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ ഈ ഇസ്മുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ സവിശേഷമേറിയ ഇസ്മായ അൽ ബാരി എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഇസ്മാണ്. അള്ളാഹുവിൻ്റെ അമൂല്യ നാമങ്ങളിൽ ഒരു നാമമാണിത്. ഇതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. രചയിതാവ്, ന്യൂനതയില്ലാത്തവൻ, പടച്ചവൻ, സൃഷ്ടി പദ്ധതി നടപ്പിലാക്കിയവൻ, മടക്കി പിടിക്കുന്നവൻ, രോഗം ശമിപ്പിക്കുന്നവൻ, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മിനുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, സൂറത്തുൽ ഹശ്റിലെ ആയത്തിൽ നമ്മൾ ഖാലിഖ് എന്നതിനെ കൊണ്ട് നമ്മൾ വിശേഷിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ബാരി എന്ന് പറയുന്നുണ്ട് അല്ലേ. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ ആയത്തുകൾ സ്ഥിരമായി ഓതുന്നവരുണ്ടല്ലോ. വൻസൽനാ ഹാദൽ ഖുർആൻ ആയത്തുകളൊക്കെ ഓതുന്നവരുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഈ ആയത്തും ഈ അതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ വളരെയധികം സ്വാധീനിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ. അപ്പോൾ ഈ ഇസ്മ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതിൻ്റെ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആശയം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ നാമത്തിൽ ശരിക്ക്
സൃഷ്ടിച്ചവൻ, സൃഷ്ടി പദ്ധതി നടപ്പിലാക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു പരിമിതിയുണ്ട്. ആലങ്കാരിക അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അള്ളാഹുവിലാണ് അത് പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൽ എല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയാണല്ലോ. അപ്പോൾ അള്ളാഹുവിലാണ് അത് പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇസ്മിൻ്റെ അത്രമേൽ ആശയതലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചില ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്കുള്ളതാണ്. കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാനുള്ള അത്ഭുതകരമായ ഇസ്മ അസ്മാഉൽ ഹുസ്നയിലെ ഉണ്ട്. അതേപോലെ തന്നെ രോഗങ്ങൾ ശിഫയാകാനുണ്ട്, കടങ്ങൾ വീടാനുള്ളതുണ്ട്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനുള്ളതുണ്ട്, മക്കളുണ്ടാകാനുള്ള ഇസ്മുണ്ട്. രോഗശിഫായിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇസ്മുകളിൽപ്പെട്ട ഇസ്മാണിത്. ഒരാൾ ഈ ഇസ്മിനെ പതിവാക്കി ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ കലവറ അവന് തുറന്നു കൊടുക്കുന്നുള്ളതാണ്. ഏതു ഭാരമുള്ള ജോലിയും അവന് നിസാരമായി തീരും. അവന് ഏത് ജോലിയാണോ ചെയ്യുന്നത് അതൊക്കെ മടുപ്പോടുകൂടിയല്ലാതെ ആവേശത്തോടെ നല്ല ഉന്മേഷത്തോടു കൂടെ ചൊല്ലാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഇസ്മിനെ പതിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ എന്നും രാത്രി 956 956 ഇത്രയും തവണ സംബോധനയുടെ അക്ഷരം, വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യാ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാ ബാരി യാ അള്ളാ എന്ന് 956 തവണ യാ ബാരി യാ ബാരി യാ ബാരി എന്ന് ചൊല്ലിയാൽ, അതിങ്ങനെ പതിവാക്കിയാൽ അവൻ്റെ ശരീരത്തിലുള്ള ഏതേത് രോഗങ്ങളും ശിഫയാകാൻ അതു മതി. അത് അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളിലുള്ള വീക്ക്നെസ്സുകൾ, അതിലുള്ള രോഗങ്ങൾ, ഓപ്പറേഷൻ പറഞ്ഞത്, ഇതൊക്കെ ശിഫയാകാൻ അത് കാരണമാകും. ഇതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ചികിത്സയൊന്നും ഫലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകളുണ്ടല്ലോ. അത്തരം ആളുകളുടെ ജീവിതത്തിലൊക്കെ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ഇസ്മുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അറിയുള്ളൂ. ആ ഇസ്മുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീരുമ്പോഴേക്ക് അതിൻ്റെ ഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഇസ്മുകളൊക്കെ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രാപഞ്ചിക രഹസ്യങ്ങൾ വെളിപ്പെടാൻ കാരണമാകും. മാറാ രോഗങ്ങൾ, ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകും. അത് എങ്ങനെയാണ് ചെല്ലേണ്ടത്? 956 തവണ എല്ലാ രാത്രിയിലും ചെല്ലലിനെ പതിവാക്കിയാൽ മതി. അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലും 10 തവണ ചൊല്ലലിനെ ശീലിച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം അവൻ്റെ ഏതു വിഷയങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ്. യാ ബാരിഉ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? കുറേ ആളുകളുണ്ട് യാ ബാരിഉ എന്ന് പറയുന്ന ഇസ്മ സ്ഥിരമായി പതിവാക്കുന്നവരുണ്ട്. ഇസ്മ അത്രമേൽ പവിത്രതയുണ്ടായതുകൊണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട്. ദുരിതങ്ങളെ കൊണ്ട്, കഷ്ടതകളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ, ജീവിതത്തിൽ കനൽ പദങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ, വലിയ പ്രയാസത്തിലായവർ, എങ്ങനെ നോക്കിയാലും ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, ബാരി ആയ റബ്ബ് അവൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു കൊടുക്കാൻ ഈ ഒരൊറ്റ ഇസ്മ മതിയാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല റാഹത്തുണ്ടാകാനും ഐശ്വര്യദായകമായൊരു ജീവിതം കടന്നു വരാനും സന്തോഷദായകമായ ജീവിതത്തിലേക്ക് പതിയെ പതിയെ കാലെടുത്ത് വെക്കാൻ ഇത് കാരണമാകും. ഈ ഇസ്മിങ്ങനെ ചൊല്ലുമ്പോഴേക്ക് അതിൻ്റെത് കിട്ടുന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഈ ഇസ്മിങ്ങനെ ചൊല്ലലിനെ പതിവാക്കി വരുമ്പോൾ അള്ളാഹു നമുക്ക് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കവാടങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നല്ല സുഖകരമായ ജീവിതം, സന്തോഷദായകമായ ജീവിതം, ഐശ്വര്യദായകമായ ജീവിതം ലഭിക്കാൻ ഇസ്മിനെ പതിവാക്കുക. സ്വാലിഹായ മക്കളുണ്ടാകും എന്നുള്ളതാണ് ഇസ്മിനെ പതിവാക്കിയാൽ. സ്വാലിഹായ സന്താനങ്ങളാകും. ഉള്ള മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടിയിട്ടും ഈ ഇസ്മിനെ നമുക്ക് പതിവാക്കാവുന്നതാണ്. മരണശേഷം അള്ളാഹു അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ കാരണമാകും. അതേപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും. ഇത് ചില മഹാന്മാരൊക്കെ ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ നേടാൻ ഈ ഇസ്മ ഇത്രയും തവണ പതിവാക്കിയാൽ മതി എന്ന് പറഞ്ഞ് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. ഒരാളിതിൻ്റെ എണ്ണം, അതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് പതിവാക്കിയാൽ
അതിൻ്റെ ഈ ഒരു ഇസ്മിൻ്റെ ഖാദിമായ മലക്ക് വന്നിട്ട് നമ്മുടെ വിഷയങ്ങളിലൊക്കെ സഹായിക്കാനും കാരണമാകുന്നതാണ്. ഇതിൻ്റെ അതത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ബാ എന്ന് പറഞ്ഞാൽ 2ആണ്. അബ് അല്ലേ, അബ് 2, അലിഫ് 1ആണ്. അപ്പോൾ ബാ എന്ന് പറയുമ്പോൾ ബാ 2, അലിഫ് 1. പിന്നെ റാ 200ആണ്. അബ്ജദ്, ഹവ്വസ്, ഹുത്വി, കലമൻ, സാഫസ്, ഖറഷത്ത്, സഖീദ്, അവിടെ റാ 2ആണ്. ഇതെങ്ങനെ മനസ്സിലാക്കില്ല നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറബിക്കിലെ ഹിജായിയായ ഹുറൂഫുകൾ നമ്മൾ എണ്ണൽ സാധാരണ അലിഫ്, ബ, ത, സ, ജീം, അലിഫുൻ, ബ, ത, ഉൻ, സ, ജീമുൻ, ഹ, ഉൻ, ഖ, ഉൻ, ദാൽ, ആ ഒരു ഓർഡറിലാണ് നമ്മൾ ചൊല്ലാറുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു നമ്പർ, ഓരോ സംഖ്യയുടെ നമ്പർ എടുക്കുമ്പോൾ ആ രൂപമല്ല. അലിഫ്, ബ, ജീമ്, ദാല്, പിന്നെ ഹ ആണ്. ഹ, വാവ്, സ, പിന്നെ ഹ ആണ്. ഹ, ത്വ, യ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഓർഡർ പ്രകാരം 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ പോയിട്ട് 10, 20, 30, 40 ഇങ്ങനെ പോയിട്ട് 100, 200, 300 ഇങ്ങനെ എൻ്റെ അതത് കണ്ടുപിടിക്കൽ. അങ്ങനെ ആ ഓർഡർ പ്രകാരം റാ എന്നുള്ളത് 200ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ യാ ആണ് വരുന്നത്. യാ 10. അപ്പോൾ 200ഉം 10ഉം 210ഉം 2ഉം 212ഉം 1 213. 213ആണ് ഇതിൻ്റെ അതത് എന്ന് പറയുന്നത്. ഇതിൻ്റെ അതതനുസരിച്ച് ഇത് പതിവാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഖിദ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇസ്മിനെ പതിവാക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ശിഫയാകാൻ ഇസ്മൊരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.